നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഷട്ട്ഡൌണിൽ അമേരിക്കയിൽ വൻ പ്രതിസന്ധി. 750-ലധികം വിമാനങ്ങൾ ഇന്ന് റദ്ദാക്കി. 6400 സർവീസുകൾ വൈകി. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ പൈലറ്റിനെ ആരും കുറ്റപ്പെടുത്തേണ്ടതില്ലെന്ന് സുപ്രീം കോടതി. പൈലറ്റിന്റെ പിഴവ് മൂലമാണ് അപകടമെന്ന് രാജ്യത്ത് ആരും വിശ്വസിക്കുന്നില്ല എന്ന് ജസ്റ്റിസ് ജോയ് മല്യ ബാങ്ചി. തെരുവുനായ പ്രശ്നത്തിൽ ഇടക്കാല ഉത്തരവുമായി സുപ്രീം കോടതി. പൊതുയിടങ്ങളിൽ നിന്നും തെരുവുനായ്ക്കൾ അടക്കമുള്ള മൃഗങ്ങളെ നീക്കണമെന്ന് കോടതി. വന്ധീകരിച്ച ശേഷം നായ്ക്കളെ പിടികൂടിയ സ്ഥലങ്ങളിൽ തിരികെ വിടരുതെന്ന നിർദ്ദേശം. നിരീക്ഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം. കേസിൽ കക്ഷി ചേരുന്നവരിൽ പത്തനംതിട്ടയിൽ പേവിഷബാധയേറ്റ് മരിച്ച 12-കാരി അഭിരാമിയുടെ അമ്മയെ. കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റാകും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുരാരി ബാബുവും സുധീഷ് കുമാറും SIT കസ്റ്റഡിയിൽ. KS ബൈജു റിമാൻഡിൽ. ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണവാതിൽ സംബന്ധിച്ച മഹസറിൽ ദുരൂഹത. സ്വർണത്തെക്കുറിച്ച് പരാമർശമില്ല. പഴയ പാളികൾ മുരാരി ബാബുവിനെ ഏൽപ്പിക്കുന്നതായും മഹസർ. സ്വർണ്ണക്കൊള്ളയിൽ ശക്തമായ സമരത്തിനൊരുങ്ങി കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി സംസ്ഥാനത്ത് BJPയുടെ പുതിയ നീക്കം. മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ സർക്കുലർ. മുസ്ലിം വീടുകളിൽ സന്ദർശനം നടത്തും. വോട്ട് ലക്ഷ്യമാക്കിയല്ല. BJPയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റാനാണ് സൗഹൃദ സന്ദർശനമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കുടുംബ വർഷമായി ആചരിക്കാൻ UAEയുടെ തീരുമാനം. പൗരന്മാരിലും താമസക്കാരിലും സാമൂഹ്യബോധം ഉറപ്പിക്കുന്നതിനും എമിറാത്തി കുടുംബങ്ങളുടെ വളർച്ചയും ലക്ഷ്യം. പ്രത്യേക കുടുംബ മന്ത്രാലയം സ്ഥാപിച്ചതായും UAE പ്രസിഡന്റ്. ഇന്ത്യ ഓസ്ട്രേലിയ 5ാം T20 നാളെ ബ്രിസ്ബണിൽ. മത്സരം ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര. ജയിച്ച് സമനില പിടിക്കാൻ ഓസ്ട്രേലിയ. പരമ്പരയിൽ ഇന്ത്യ 2-1 മുമ്പിൽ. US-ൽ 40 എയർപോർട്ടുകളിൽ വിമാന സർവീസുകൾ 10% വരെ കുറയ്ക്കുമെന്ന് സൂചന. പ്രതിദിനം 4000 ഫ്ലൈറ്റുകൾ റദ്ദാകും. എയർ ട്രാഫിക് കൺട്രോളർമാർ വ്യാപകമായ ജോലിഭാരവും ക്ഷീണവും അനുഭവിക്കുന്നതുകൊണ്ടാണ് ഈ തീരുമാനത്തിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ചീഫ് ബ്രയൻ ബെഡ്ഫോർഡ് സ്ഥിതിഗതികൾ വിലയിരുത്തി. സുരക്ഷിതമായ വിമാന സഞ്ചാരം ഉറപ്പാക്കുന്നതിനുള്ള മുൻകരുതൽ എന്ന നിലയിലാണ് ഈ തീരുമാനങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര സർവീസുകളെ ഒഴിവാക്കും. ഈ നടപടി വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നേക്കാം. അതേസമയം അമേരിക്കയിൽ സർക്കാർ ഷട്ട്ഡൌൺ 1 മാസം പിന്നിടുമ്പോൾ ഭക്ഷ്യസഹായം മുടങ്ങുന്നതിനെക്കുറിച്ചുള്ള ആശങ്കയിലാണ് ദശലക്ഷക്കണക്കിന് പൗരന്മാർ. ആർക്കും വിശന്നിരിക്കേണ്ടി വരില്ല എന്ന് പ്രസിഡന്റ് ട്രംപ് ഉറപ്പ് നൽകിയെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ പൈലറ്റിനെ ആരും കുറ്റപ്പെടുത്തേണ്ടതില്ല എന്ന് സുപ്രീം കോടതി. പൈലറ്റിന്റെ പിഴവ് മൂലമാണ് അപകടമെന്ന് രാജ്യത്ത് ആരും വിശ്വസിക്കുന്നില്ല എന്ന് ജസ്റ്റിസ് ജോയ് മല്യ ബാങ്ചി പറഞ്ഞു. അപകടത്തിന് കാരണം പൈലറ്റുമാരാണെന്ന തരത്തിൽ വാൾസ്ട്രീറ്റിൽ വന്ന ലേഖനത്തെ സുപ്രീം കോടതി നിശിതമായി വിമർശിച്ചു. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിന്റെ പൈലറ്റ് സുമിത് സബർവാളിന്റെ പിതാവ് നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് സുപ്രധാന നിരീക്ഷണങ്ങൾ ഉണ്ടായത്. സംഭവത്തിൽ പ്രത്യേക അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പുഷ്കർ രാജ് സബർവാൾ സുപ്രീം കോടതിയിലെത്തിയത്. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം സ്വതന്ത്രമല്ലെന്ന് പുഷ്കർ രാജ് പറഞ്ഞു. അപകടത്തിൽ പൈലറ്റുമാരെ ആരും കുറ്റപ്പെടുത്തുന്നില്ല എന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് മല്യ ബാങ്ചി അടങ്ങിയ ബെഞ്ച് പറഞ്ഞു. AAIBയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലും പൈലറ്റുമാരെ കുറ്റപ്പെടുത്തുന്നില്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. പൈലറ്റുമാർക്ക് പിഴവ് സംഭവിച്ചതായുള്ള വിദേശ മാധ്യമ റിപ്പോർട്ടിനെതിരെയും സുപ്രീം കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. വിദേശ മാധ്യമത്തിലെ റിപ്പോർട്ടിനെ പറ്റി തങ്ങൾ ചിന്തിക്കുന്നില്ലെന്ന് ജസ്റ്റിസ് ജോയ് മല്യ ബാങ്ചി പറഞ്ഞു. വാൾസ്ട്രീറ്റിലെ ലേഖനം വളരെ മോശമായ രീതിയിലാണെന്ന് സുപ്രീം കോടതി കുറ്റപ്പെടുത്തി. വിദേശ മാധ്യമത്തിലെ റിപ്പോർട്ട് രാജ്യത്തെ കോടതി നടപടികളെ സ്വാധീനിക്കില്ലെന്ന് ജഡ്ജിമാർ കൂട്ടിച്ചേർത്തു. അഹമ്മദാബാദ് വിമാനാപകടമുണ്ടായത് പൈലറ്റുമാരുടെ പിഴവാണെന്ന് രാജ്യത്തെ ആരും വിശ്വസിക്കുന്നില്ല എന്നും ജസ്റ്റിസ് ബാങ്ചി വ്യക്തമാക്കി. അപകടവുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. കേസ് ഈ മാസം 10 പരിഗണിക്കും. ജൂണിലുണ്ടായ അപകടത്തിൽ 260 പേരാണ് മരിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായേക്കും. നാളെ അന്തിമ തീരുമാനമുണ്ടാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരും
ദേവസ്വം ബോർഡും പ്രതിരോധത്തിലായ വേളയിലാണ് പൊതു സ്വീകാര്യനായി വിരമിച്ച IAS ഉദ്യോഗസ്ഥനെ പ്രസിഡന്റാക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിനെ റാന്നി കോടതി റിമാൻഡ് ചെയ്തു. പ്രതികളായ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും SITയുടെ കസ്റ്റഡിയിൽ വിട്ടു. തിരുവാഭരണം കമ്മീഷണറുടെ ഓഫീസിന്റെ പ്രവർത്തനം അടിമുടി ദുരൂഹമായിരുന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതേസമയം ശ്രീകോവിലിന്റെ വാതിലുകൾ ഇളക്കി മാറ്റിയത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെയാണെന്ന് തെളിയിക്കുന്ന മഹസറിന്റെ പകർപ്പ് പുറത്തുവന്നു. ശബരിമല ശ്രീകോവിൽ കട്ടിളപ്പാളിയിലെ സ്വർണം കവർന്ന കേസിൽ 4ാം പ്രതിയാണ് KS ബൈജു. ഈ കേസിലാണ് റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇയാളെ 14 ദിവസത്തെ റിമാൻഡിൽ വിട്ടത്. നേരത്തെ അറസ്റ്റിലായ മുരാരി ബാബു, സുധീഷ് കുമാർ എന്നിവരുടെ കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് അന്വേഷണ സംഘം നൽകിയ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചാണ് മുരാരി ബാബുവിനെ 10ാം തീയതി വരെയും സുധീഷ് കുമാറിനെ 12ാം തീയതി വരെയും കസ്റ്റഡിയിൽ വിട്ടത്. കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിലാണ് KS ബൈജുവിനെ റിമാൻഡ് ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി നവീകരിച്ച് തിരികെ എത്തിച്ച കട്ടിളപ്പാളികൾ പരിശോധിച്ചുറപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. തിരുവാഭരണം കമ്മീഷണറുടെ ഓഫീസിന്റെ പ്രവർത്തനം അടിമുടി ദുരൂഹമായിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ബൈജുവിന്റെ കസ്റ്റഡിക്കായി അടുത്ത ദിവസം അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകിയേക്കും. അതേസമയം ശബരിമല ശ്രീകോവിൽ വാതിലുകൾ സംബന്ധിച്ച മഹസർ പകർപ്പ് പുറത്തുവന്നു. മഹസറിൽ അടിമുടി ദുരൂഹതയാണ്. 2019 മാർച്ച് 3-ാം തീയതി പുതിയ സ്വർണ്ണവാതിൽ ഘടിപ്പിച്ചപ്പോൾ വാതിൽപ്പാളികൾ എന്നല്ലാതെ സ്വർണത്തെക്കുറിച്ചുള്ള ഒരു പരാമർശവും മഹസറിലില്ല. പുതിയ സ്വർണ്ണവാതിൽ വെച്ച ശേഷം പഴയ പാളികൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ ഏൽപ്പിക്കുന്നതായും മഹസറിൽ പറയുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. തെരുവുനായ പ്രശ്നത്തിൽ ഇടക്കാല ഉത്തരവുമായി സുപ്രീം കോടതി. പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവുനായ്ക്കളെ നീക്കണമെന്ന് സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശമുണ്ട്. തെരുവുനായ്ക്കളെ ഒഴിവാക്കാൻ 2 ആഴ്ചത്തെ സമയം സുപ്രീം കോടതി സംസ്ഥാനങ്ങൾക്ക് നൽകി. തെരുവുനായ വിഷയത്തിൽ മുൻപ് നൽകിയ നിർദ്ദേശത്തിന്റെ തുടർച്ചയായാണ് ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി ഇറക്കിയത്. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റേഷനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയുടെ പരിസരങ്ങളിൽ നിന്ന് പൂർണ്ണമായും തെരുവുനായ്ക്കളെയും അലഞ്ഞു തിരിയുന്ന മൃഗങ്ങളെയും ഒഴിവാക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മെഹ്ത, NV അഞ്ചാരിയ എന്നിവരടങ്ങിയ 3-അംഗ ബെഞ്ചാണ് നിർണായക ഉത്തരവിറക്കിയത്. 2 ആഴ്ചയ്ക്കുള്ളിൽ പൊതുവിടങ്ങളിൽ നിന്ന് തെരുവുനായ്ക്കളെ കണ്ടെത്തി ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റാനാണ് കോടതി നിർദ്ദേശം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറമെ ആശുപത്രികൾ, ബസ് സ്റ്റേഷനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി ജനങ്ങൾ കൂടുതലായി എത്തുന്ന സ്ഥലങ്ങളിൽ തെരുവുനായ്ക്കൾ ഉള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ വേലികൾ നിർമ്മിക്കാനും സുപ്രീം കോടതി നിർദ്ദേശം നൽകി. ഈ നടപടികൾ 8 ആഴ്ച കൊണ്ട് പൂർത്തിയാക്കണം. ഇത്തരം സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ നോഡൽ ഓഫീസർമാരെ നിയമിക്കുവാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടർച്ചയായി പൊതുവിടങ്ങളിലെ സാഹചര്യങ്ങൾ വിലയിരുത്തണം. വന്ധ്യംകരണത്തിന് ശേഷം തെരുവുനായ്ക്കളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റണമെന്നും പിടിച്ച നായ്ക്കളെ അതേ സ്ഥലത്ത് തിരികെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കരുതെന്നും കർശന നിർദ്ദേശമുണ്ട്. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്നതും ജീവൻ നഷ്ടപ്പെടുന്നതും കുട്ടികൾക്കാണെന്നും കോടതി വ്യക്തമാക്കി. ദേശീയപാതകളിൽ അലഞ്ഞു നടക്കുന്ന മൃഗങ്ങളെ ഒഴിവാക്കാനും സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റിയും ബന്ധപ്പെട്ട സംവിധാനങ്ങളും ഇക്കാര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് കോടതി പറഞ്ഞു. 3 ആഴ്ചയ്ക്കകം ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് സത്യവാങ്മൂലം നൽകാനാണ് നിർദ്ദേശം. പത്തനംതിട്ടയിൽ പേവിഷബാധയേറ്റു മരിച്ച 12-കാരിയുടെ അമ്മ സുപ്രീം കോടതിയിൽ തെരുവുനായ പ്രശ്നത്തിലെ കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകി. പെരുന്നാട്ടിൽ 2022 മരിച്ച അഭിരാമിയുടെ അമ്മ രജനിയാണ് കോടതിയെ സമീപിച്ചത്. താൻ മകളെ നഷ്ടപ്പെട്ട നിർഭാഗ്യവതിയായ അമ്മയാണെന്നും ഇരകൾക്ക് ധനസഹായം നൽകണമെന്നും രജനി പറഞ്ഞു. ജില്ലാ തലത്തിൽ സമിതികൾ രൂപീകരിക്കണമെന്നും റാബീസ് വാക്സിൻ ലഭ്യത ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെടുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അതേസമയം കേരളത്തിലെ മുഴുവൻ തെരുവുനായ്ക്കളെയും മാറ്റുക എന്നത് പ്രായോഗികമല്ല എന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷ്. ABC ഷെൽട്ടർ തുടങ്ങുന്നതിനെതിരെ പോലും പ്രതിഷേധമാണ്. പിന്നെ എങ്ങനെയാണ് തെരുവുനായ്ക്കളെ മുഴുവൻ മാറ്റാൻ കഴിയുകയെന്നും മന്ത്രി ചോദിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ അധ്യക്ഷൻ കീഴ്ഘടകങ്ങൾക്ക് നൽകിയ സർക്കുലർ പുറത്തുവന്നു. ഓരോ പഞ്ചായത്തിലും നിർത്തേണ്ട സ്ഥാനാർത്ഥികളുടെ എണ്ണം അടക്കമാണ് കീഴ്ഘടകങ്ങൾക്ക് ജില്ലാ അധ്യക്ഷൻ സർക്കുലർ അയച്ചത്.
മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുകയെന്ന തന്ത്രമാണ് കേരളത്തിൽ BJP ആവിഷ്കരിക്കുന്നത്. തീവ്ര ഹിന്ദുത്വത്തിലൂടെ കേരളത്തിൽ മുന്നേറാനാവില്ലെന്ന തിരിച്ചറിവിനെ തുടർന്നാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താൻ സംസ്ഥാന ഘടകം ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശം നൽകിയത്. ഏതൊക്കെ പഞ്ചായത്തുകളിൽ ഏതൊക്കെ മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന് സംസ്ഥാന കമ്മിറ്റി സർവേ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന കമ്മിറ്റി നൽകിയ ഈ നിർദ്ദേശം കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ സർക്കുലറായി കീഴ്ഘടകങ്ങൾക്ക് നൽകി. സർക്കുലറിൽ സംസ്ഥാന കമ്മിറ്റി നൽകിയ നിർദ്ദേശപ്രകാരമുള്ള കണക്കുകളുണ്ടെന്നും കാണാം. കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ KK വിനോദ് കുമാർ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ നിർത്തേണ്ട എണ്ണമടക്കമുള്ള വിവരങ്ങളാണ് താഴേക്ക് കൈമാറിയത്. അതേസമയം സർക്കുലർ പുറത്തായതോടെ BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രവും നാട്ടിൽ പാട്ടായി. അമൃത ന്യൂസ്, കണ്ണൂർ. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി സംസ്ഥാനത്ത് BJPയുടെ പുതിയ നീക്കം. എല്ലാ മുസ്ലിം വീടുകളിലും BJP സന്ദർശനം നടത്തും. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനം പ്രഖ്യാപിച്ചു. ക്രൈസ്തവ ഗൃഹ സന്ദർശനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ മുസ്ലിം സൗഹൃദം BJP ലക്ഷ്യമിടുന്നത്. എന്നാൽ വോട്ട് ലക്ഷ്യമാക്കിയല്ല, BJP കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റാനാണ് സൗഹൃദ സന്ദർശനമെന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുന്നുവെന്ന സന്ദേശമാണ് BJP ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകാൻ ശ്രമിക്കുന്നത്. മുമ്പ് ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുകയും ക്രിസ്മസിന് കേക്ക് നൽകുകയും ചെയ്തത് നേട്ടമായി എന്ന വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിക്കുകയാണ് BJP. എല്ലാ മുസ്ലിം വീടുകളും സന്ദർശിച്ച് ജനങ്ങളുമായി സൗഹൃദം പങ്കിടും. BJP സംസ്ഥാന ഉപാധ്യക്ഷനും കാലിക്കറ്റ് സർവകലാശാല മുൻ VCയുമായ ഡോക്ടർ അബ്ദുസലാമിന്റെ നേതൃത്വത്തിലാണ് ഭവന സന്ദർശനം. വർഗീയ പാർട്ടി എന്ന മിഥ്യാധാരണ ജനങ്ങളിൽ നിന്ന് അകറ്റുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു. ഇതിൽ രാഷ്ട്രീയമില്ല, ഇത് വോട്ട് പിടിക്കാനല്ല, ഇത് ഞങ്ങൾ ട്രസ്റ്റ് ബിൽഡിങ്ങിന് വേണ്ടി ചെയ്യുന്നു. ഇതുവരെ വിഷം നിറച്ച് വെച്ച രാഷ്ട്രീയത്തെ പൊളിക്കാൻ ഒരു ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന്. സിൻസിയറായിട്ട് ഞങ്ങൾ എല്ലാ വീട്ടിലും പോവും. ഈ ടീം എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റീനെ കാണും. ഞങ്ങളുടെ കാഴ്ചപ്പാട് BJP ചെയ്യാൻ ആഗ്രഹിക്കുന്ന, BJP സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വികസിത കേരളം, അത് എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാവരുടെ ഒപ്പം ഞങ്ങൾ ചെയ്യാൻ ആണ് ഞങ്ങളുടെ താല്പര്യം എന്ന് ഞങ്ങൾ മുമ്പോട്ട് കൃത്യമായി പറയും. ദേശീയ ഉപാധ്യക്ഷനായി AP അബ്ദുള്ളക്കുട്ടി അടക്കം മുസ്ലിം സമുദായത്തിൽപ്പെട്ട നേതാക്കൾ സംസ്ഥാനത്തുണ്ട്. സമുദായത്തിൽ നിന്നുള്ള നേതാക്കളെ കളത്തിലിറക്കി മതേതര പാർട്ടിയാണ് എന്ന സന്ദേശം ന്യൂനപക്ഷങ്ങളിൽ എത്തിക്കുകയാണ് BJP ഇതിലൂടെ ചെയ്യുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ ഹൃദ്രോഗി മരിച്ചെന്ന ആരോപണത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നാളെ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. DMEയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും ആരോഗ്യവകുപ്പിന്റെ തുടർ നടപടികൾ. മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് കൊല്ലം പന്മന സ്വദേശി വേണു മരിക്കാനിടയായ സാഹചര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് ഇന്നലെയാണ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നാളെ ആരോഗ്യവകുപ്പിന് സമർപ്പിക്കും. ഡ്രൈവറായ വേണുവിനെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. എന്നാൽ 5 ദിവസം പിന്നിട്ടിട്ടും ആരും തിരിഞ്ഞു നോക്കാതിരിക്കുകയും ഒരു ചികിത്സയും ലഭിക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് മെഡിക്കൽ കോളേജിലെ കാർഡിയോ വിഭാഗത്തിനെതിരെ സുഹൃത്തിന് ശബ്ദ സന്ദേശം അയച്ച ശേഷം മരണത്തിന് കീഴടങ്ങിയത്. അതേസമയം വേണുവിന്റെ മരണത്തിൽ വിശദീകരണവുമായി കാർഡിയോളജി വിഭാഗം ഡോക്ടർമാർ രംഗത്തെത്തി. നെഞ്ചുവേദന തുടങ്ങി 24 മണിക്കൂർ കഴിഞ്ഞാണ് ആശുപത്രിയിലെത്തിയത്. വേണുവിന് പ്രോട്ടോകോൾ അനുസരിച്ച് കൊടുക്കാവുന്നതിൽ മികച്ച ചികിത്സ നൽകിയതായി കാർഡിയോളജി വിഭാഗം മേധാവി പറഞ്ഞു. ഈ രോഗി വന്നത് നെഞ്ചുവേദനയായിട്ടാണ്. നവംബർ 1 ഇവിടെ കാഷ്വാലിറ്റി വന്നു. ഹാർട്ട് അറ്റാക്ക് ആണെന്ന് സ്ഥിരീകരിച്ചു. ലൈറ്റിക് തെറാപ്പി കൊടുക്കുന്നത് നെഞ്ചുവേദന തുടങ്ങി 12 മണിക്കൂറിനകം വന്നാലാണ് ലൈറ്റിക് തെറാപ്പി കൊടുക്കുന്നത്. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് നെഞ്ചുവേദന തുടങ്ങി കഴിഞ്ഞ് 24 മണിക്കൂറിനകം വരികയാണെങ്കിലാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. ഈ രോഗി അൺഫോർച്ചുനേറ്റ്ലി വന്നത് 24 മണിക്കൂറിന് ശേഷമാണ്. അതുകൊണ്ട് ഈ 2 ട്രീറ്റ്മെൻറ്റ് രീതികളും ഇദ്ദേഹത്തിന് സൂട്ടബിൾ അല്ല എന്ന് കൺസൾട്ടൻറ്റ് തീരുമാനിച്ചു. ബാക്കി മരുന്നുകൾ കൊടുക്കാൻ തീരുമാനിച്ചു. ആ ഡ്രഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പേഷ്യൻറ്റിനെ ഉടനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പേഷ്യൻ്റ് ഇമ്പ്രൂവ് ചെയ്ത് വരികയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി 5-ാം തീയതി വൈകിട്ട് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഒരു നോൺ കോംപ്ലിക്കേഷനാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ. ഹാർട്ട് ഫെയിലിയർ വന്നു. പേഷ്യൻറ്റ് വെന്റിലേറ്റർ ആക്കി. പേഷ്യൻറ്റ് മരിച്ചു. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ എല്ലാവരുടെയും ഒരു കോമൺ കോസ് ഓഫ് ഡെത്താണ്.
എന്നാൽ ഡോക്ടർമാർ പറയുന്നത് കളവാണെന്ന് വേണുവിന്റെ ഭാര്യ പറയുന്നു. മതിയായ അടിയന്തര ചികിത്സ നൽകിയില്ലെന്ന് കുടുംബം ആവർത്തിക്കുന്നു. ചികിത്സ ലഭിക്കാതെ രോഗി മരിക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന ഡീപ് ഫേക്ക് ദൃശ്യങ്ങൾ അവഗണിക്കണമെന്ന് UAE സൈബർ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഓർമ്മപ്പെടുത്തൽ. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ യഥാർത്ഥമെന്ന് തോന്നിക്കാവുന്ന വീഡിയോകളും ശബ്ദ സന്ദേശങ്ങളും സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും പ്രചരിക്കുമ്പോഴും അതീവ ശ്രദ്ധ വേണമെന്നും സൈബർ സെക്യൂരിറ്റി കൗൺസിൽ അറിയിച്ചു. ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ദൃശ്യങ്ങളും സന്ദേശങ്ങളും തെറ്റായ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും UAE സൈബർ സെക്യൂരിറ്റി കൗൺസിൽ ഓർമ്മിപ്പിക്കുന്നു. കുവൈറ്റിലെ പുരാതന വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നായ സൂഖ് ഷർക്കിലെ വാടകക്കാരും നിക്ഷേപകരും ജനുവരി 31 ഒഴിയണമെന്ന് നോട്ടീസ്. സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരായ വഫ്ര റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് വാടകക്കാർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ധനകാര്യ മന്ത്രാലയത്തിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്നാൽ ഒഴിപ്പിക്കൽ ഉത്തരവിൽ മത്സ്യ മാർക്കറ്റ് ഉൾപ്പെട്ടിട്ടില്ല. സൂഖിലെ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് മാത്രമേ നടപടി ബാധകമാകൂ എന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. ഗൾഫ് രാജ്യങ്ങളുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കുവൈറ്റിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ മലയാളി സംഘടനാ പ്രതിനിധികളുമായും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമായും നേരിൽ കൂടിക്കാഴ്ച നടത്തി. ജുമേറ മിസില ബീച്ച് ഹോട്ടലിൽ നടന്ന ഹ്രസ്വ കൂടിക്കാഴ്ചയിൽ പ്രവാസി ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. സർക്കാരിന് സാധ്യമായ പരിധിക്കുള്ളിൽ നിന്ന് പരമാവധി ഇടപെടലുകൾ നടത്താമെന്നും SIR വിഷയത്തിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾക്കും ഇത് നടപ്പാക്കരുതെന്ന ഏക അഭിപ്രായമുണ്ടെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. എയർ ഇന്ത്യ എക്സ്പ്രസുമായി നടത്തിയ ചർച്ചകളിൽ സർവീസ് കുറച്ച നടപടി പിൻവലിക്കാനും ബുക്കിംഗ് പുനരാരംഭിക്കുവാനുമുള്ള ഉറപ്പുകൾ ആദ്യം ലഭിച്ചിരുന്നുവെങ്കിലും പിന്നീട് പിന്നോട്ടു പോയ നിലപാട് തിരുത്തേണ്ടതുണ്ടെന്നും അതിനായി വീണ്ടും ഇടപെടലുകൾ ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2026 കുടുംബവർഷമായി ആചരിക്കാൻ UAE തീരുമാനിച്ചു. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയത്. UAEയിലെ പൗരന്മാരിലും താമസക്കാരിലും സാമൂഹ്യ ബോധം ഉറപ്പിക്കുന്നതിനും എമിറാത്തി കുടുംബങ്ങളുടെ വളർച്ച സംബന്ധിച്ച ദേശീയ അജണ്ടയുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനുമായാണ് കുടുംബ വർഷാചരണത്തിനുള്ള UAE പ്രസിഡന്റിന്റെ പ്രഖ്യാപനം. കുടുംബങ്ങളുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കുവാൻ പ്രത്യേക കുടുംബ മന്ത്രാലയം സ്ഥാപിച്ചതായും രാജ്യത്തിന്റെ സംസ്കാരം, ദേശീയത, സ്വത്വബോധം, പാരമ്പര്യം എന്നിവ സംരക്ഷിക്കുന്നതിൽ എമിറാത്തി കുടുംബങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. ദുബായ് ആതിഥ്യമരുളുന്ന വേൾഡ് ഹെൽത്ത് എക്സ്പോ അടുത്ത വർഷം മുതൽ പുതിയ വേദിയിൽ നടക്കും. അറബ് ഹെൽത്ത് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രദർശനത്തിന്റെ 51ാമത് പതിപ്പ് മുതലാണ് വേൾഡ് ഹെൽത്ത് എക്സ്പോ എന്ന പേരിൽ ദുബായ് എക്സിബിഷൻ സെന്ററിലേക്ക് മാറ്റിയത്. അടുത്ത വർഷം ഫെബ്രുവരി 9 മുതൽ 12 വരെയാണ് വേൾഡ് ഹെൽത്ത് എക്സ്പോയ്ക്ക് ദുബായ് വേദിയാവുക. അറബ് ഹെൽത്ത് എക്സിബിഷൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ലോകോത്തര പ്രദർശനത്തിന്റെ 59ാമത് പതിപ്പ് കൂടുതൽ വിപുലമായി എക്സ്പോ സിറ്റിയിലെ ദുബായ് എക്സിബിഷൻ സെന്ററിൽ നടക്കും. ആരോഗ്യ രോഗപ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട 2,35,000 പേരെയാണ് അടുത്ത വർഷത്തെ വേൾഡ് ഹെൽത്ത് എക്സ്പോയിൽ പ്രതീക്ഷിക്കുന്നത്. 4,800 പ്രദർശകരും മേളയിൽ പങ്കെടുക്കും. ഇതോടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ സമ്മേളനവും പ്രദർശനവുമായി വേൾഡ് ഹെൽത്ത് എക്സ്പോ മാറും. അറബ് ഹെൽത്ത് പ്രദർശനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് പ്രശസ്തമായ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിന് പുറത്ത് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. അമൃത ന്യൂസ്, ദുബായ്. ആഗോള രുചി വൈവിധ്യങ്ങളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുമായി ലുലു വേൾഡ് ഫുഡ് ഫെസ്റ്റിന് തുടക്കമായി. ഭക്ഷ്യ വിഭവങ്ങൾ, ലോകത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, ലൈവ് പാചക സെക്ഷനുകൾ, വിനോദ പരിപാടികൾ എന്നിവയുമായി ഭക്ഷണപ്രിയർക്കായി ഏറ്റവും മികച്ച ഫെസ്റ്റിനാണ് UAEയിലെ ലുലു സ്റ്റോറുകളിൽ തുടക്കമായിരിക്കുന്നത്. അബുദാബി ഖലിദിയ മാളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ലുലു വേൾഡ് ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങളാണ് ലുലു സ്റ്റോറുകളിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. ലോകത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള മുൻനിര ഷെഫുകൾ നയിക്കുന്ന ലൈവ് കുക്കിംഗ് സെഷനുകളും ലുലു വേൾഡ് ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമാക്കുന്നുണ്ട്. ലുലു ഓൺലൈൻ ആപ്പിലും വെബ് സ്റ്റോറിലും ഫെസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഓഫറുകൾ ഉണ്ട്. അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ കളിയാട്ട മഹോത്സവം നവംബർ 8, 9 തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. അനുഷ്ഠാനവും പാരമ്പര്യവും അനുസരിച്ച് നാട്ടിൽ നിന്നും എത്തുന്ന തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. സൂര്യകാലടിമന സൂര്യൻ ജയസൂര്യൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടക്കും. കുടിവീരൻ തോറ്റവും പയറ്റുമാണ് മുഖ്യ ആകർഷണം. മലയിറക്കം, മുത്തപ്പൻ വെള്ളാട്ടം,
പ്രസാദ സദ്യ എന്നിവയും ഉണ്ടാകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യുഎയിലെ കായിക പ്രേമികളുടെ കൂട്ടായ്മയായ അസോസിയേഷൻ ഓഫ് ഇന്റർനാഷണൽ സ്പോർട്സ് കമ്മ്യൂണിറ്റി സംഘടിപ്പിക്കുന്ന ഫ്ലെക്സ് പ്രോ ബാഡ്മിന്റൺ പ്രീമിയർ ലീഗ് മത്സരങ്ങളുടെ 3ാം സീസൺ പ്രഖ്യാപിച്ചു. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ആദ്യമായി ഫ്രാഞ്ചൈസി അടിസ്ഥാനത്തിൽ നടക്കുന്ന ബാഡ്മിന്റൺ ലീഗാണിതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദുബായ് സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരത്തോടെ നടക്കുന്ന മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത് സർട്ടിഫൈഡ് അമ്പയർമാരും യുഎഇ ടെക്നിക്കൽ ഒഫീഷ്യലുമാണ്. 6 ഫ്രാഞ്ചൈസി ടീമുകളിലായി 240-ലേറെ കളിക്കാർ മത്സരത്തിനായി ഇറങ്ങും. ഈ മാസം 16, 23 തീയതികളിലും ദുബായ് എൻഗേജ് സ്പോർട്സ് അരീനയിലാണ് മത്സരങ്ങൾ. ജമാൽ ബക്കർ, ആതിഫ് മുഹമ്മദ്, വിനോദ് ജോർജ്, സനൽ ചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. വികസിത ഭാരതത്തിനായി കേന്ദ്ര സർക്കാർ ഒരുക്കിയ എമർജിംഗ് സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ കോൺക്ലേവിൽ ശ്രദ്ധേയമായ അമൃത വിശ്വവിദ്യാപീഠം ആരോഗ്യ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലുമുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളും കാഴ്ചപ്പാടുകളുമാണ് അമൃത വിശ്വവിദ്യാപീഠം ഡൽഹിയിൽ നടന്ന കോൺക്ലേവിൽ ഒരുക്കിയത്. പ്രധാനമന്ത്രിയുടെ മുഖ്യ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവ് ഉൾപ്പെടെയുള്ളവർ പവലിയൻ സന്ദർശിച്ചു, ആശംസകൾ അറിയിച്ചു. 2047ഓടെ ഇന്ത്യയെ വികസിത രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് എത്തിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കുള്ള വേദി ഡൽഹിയിൽ ഒരുക്കിയത്. ഇതിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ചത് അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പവലിയനാണ്. പുതിയ ഇന്ത്യയ്ക്ക് വേണ്ടി ശാസ്ത്ര സമൂഹത്തിന് എത്രത്തോളം സംഭാവനകൾ നൽകാൻ കഴിയും എന്നുള്ളതാണ് കോൺക്ലേവിലൂടെ ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അമ്മയുടെ കാഴ്ചപ്പാടുകൾ മുൻനിർത്തി എന്തൊക്കെ നൽകാൻ കഴിയും എന്നുള്ളതാണ് അമൃത വിശ്വവിദ്യാപീഠം കാണിച്ചു തരുന്നത്. ആരോഗ്യമേഖലയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന നൂതന സംവിധാനങ്ങൾ അമൃത വിശ്വവിദ്യാപീഠം പരിചയപ്പെടുത്തുകയാണ്. 20 രൂപ ചിലവിൽ 20 മിനിറ്റ് കൊണ്ട് കരളിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ കഴിയുന്ന പേപ്പർ സ്ട്രിപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എൻസൈമുകളില്ലാത്ത ഗ്ലൂക്കോമീറ്ററാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഉപകരണം. ഇതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വേഗത്തിലും കുറഞ്ഞ ചെലവിലും പരിശോധിക്കാൻ കഴിയും. ലാബ് ഓൺ എ ചിപ്പ് ഡിവൈസാണ് മറ്റൊരു കണ്ടുപിടുത്തം. ഒരു ചിപ്പ് ഉപയോഗിച്ച് വിവിധ അസുഖങ്ങൾ കണ്ടെത്തുകയോ നിരീക്ഷിക്കുകയോ ഒക്കെ ചെയ്യാം. പ്രമേഹം, കൊളസ്ട്രോൾ, ബിലിറുബിൻ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ എന്നിവയുടെ നിലവിലെ സാഹചര്യം ഈ ചിപ്പിലൂടെ കണ്ടെത്താൻ കഴിയും. ഒരു തുള്ളി രക്തം മാത്രം മതി ഇത്രയും പ്രവർത്തനങ്ങളുടെ ഫലം അറിയാൻ. മൈക്രോ സൂപ്പർ കപ്പാസിറ്റർ വിരലിൽ ഘടിപ്പിച്ച് ശ്വാസഗതി അറിയുന്നത് പോലെ ഹൃദയത്തിന്റെ പ്രവർത്തനം അറിയാൻ കഴിയുന്ന ഉപകരണവും വളരെ എളുപ്പത്തിൽ ലളിതമായി ഉപയോഗിക്കാൻ കഴിയുന്ന ECG സംവിധാനവും അമൃത വിശ്വവിദ്യാപീഠം അവതരിപ്പിക്കുന്നു. ഡിജിറ്റൽ ടിൻ സാങ്കേതിക വിദ്യയാണ് മറ്റൊരാകർഷണം. ഒരേ സമയം ഹൃദയത്തിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുകയും അതിനനുസരിച്ച് മരുന്നിന്റെ അളവ് ക്രമീകരിച്ചു നൽകുകയും ചെയ്യുന്ന ഉപകരണമാണിത്. ഉരുൾപൊട്ടൽ മുൻകൂട്ടി അറിയാൻ കഴിയുന്ന സംവിധാനവും മുറിക്കുള്ളിലെ വായു മലിനീകരണം കുറയ്ക്കാൻ കഴിയുന്ന ഉപകരണവുമെല്ലാം കോൺക്ലേവിന്റെ ഭാഗമായി അമൃത വിശ്വവിദ്യാപീഠം അവതരിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ മുഖ്യ ശാസ്ത്ര സാങ്കേതിക ഉപദേഷ്ടാവ് അജയ് സൂദ്, ഭൌമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറി രവിചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പവലിയൻ സന്ദർശിച്ച് ആശംസകൾ അറിയിച്ചു. സിസ്റ്റ് മേധാവി ഡോക്ടർ അനിത ഗുപ്തയും പവലിയനിൽ എത്തി. It has been a great experience visiting the booth of Amrita Vishwa Vidyapeetham. The kind of work which is being done across various domains of technology to empower communities and to tackle various problems spanning from climate change like landslide advanced warning system to coming out with the products and solutions which are assistive solutions for our cross section of patients which are devoid of normalcy. So I could see not only in the medtech domain but also in the domain of how LLM is being used to really empower patients with variety of solutions which are being offered, and obviously Amma, who is behind the all support and contributing a lot in the entire nation development at large. 40 വയസ്സിന് താഴെയുള്ളവരെയാണ് കൂടുതലായി കോൺക്ലേവിന്റെ ഭാഗമാക്കിയത്. പുതിയ ഇന്ത്യക്കായി തങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ നൽകുകയാണ് യുവസമൂഹവും നൂതന ആശയങ്ങളും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കളിയുടെ ആവേശം പകർന്നും നേട്ടങ്ങളുടെ അഭിമാനമുയർത്തിയും ഇന്ത്യൻ ഹോക്കി കായിക ഭൂപടത്തിൽ തലയുയർത്തി നിൽക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഒരു നൂറ്റാണ്ടിലേക്ക് എത്തുകയാണ്. രാജ്യമെമ്പാടും നടന്ന ഹോക്കി ഇന്ത്യയുടെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആലപ്പുഴ അമൃത സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സെന്റർ സ്കൂളിൽ കേരള ഹോക്കി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദിനാചരണവും ഹോക്കി സ്റ്റിക്ക് വിതരണവും നടത്തി. 1925 നവംബർ 7-നാണ് മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായത്. 100 വർഷം തികയുന്ന വെള്ളിയാഴ്ച രാജ്യത്തെമ്പാടും വിപുലമായ പരിപാടികളാണ് നടന്നത്. രാജ്യത്താകെ 1000 മത്സരങ്ങളാണ് ഹോക്കി ഇന്ത്യ സംഘടിപ്പിച്ചത്.
ഈ ആഘോഷങ്ങളുടെ ഭാഗമായി ആലപ്പുഴ അമൃത സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സ്കൂളിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ ആലപ്പുഴ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുര്യൻ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. അമൃത വിദ്യാലയത്തിലെ കുട്ടികളെക്കുറിച്ച് വലിയ അഭിപ്രായമാണ് സമൂഹത്തിനിടയിൽ ഉള്ളതെന്നും കായികക്ഷമത ഉള്ള കുട്ടികളെ വളർത്തിയെടുക്കാൻ അമൃത വിദ്യാലയങ്ങൾ എടുക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. അമൃത വിദ്യാലയത്തിലെ കുട്ടികളെക്കുറിച്ച് വളരെ വലിയ ഒരു കാഴ്ചപ്പാടാണുള്ളത്. ഇതിന്റെ അമ്മ പറയുന്നത് പോലെ തന്നെ ചിരിക്കണമെങ്കിൽ ആരോഗ്യമുള്ള ഒരു ശരീരം വേണം. ഒരു ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാക്കണമെങ്കിൽ കായികമായ ക്ഷമത ഉണ്ടാവണം. കായികമായ ക്ഷമത ഉണ്ടായാൽ മാത്രമേ അവന് നല്ല ബുദ്ധിയോടുകൂടിയും നല്ല ആരോഗ്യത്തോടുകൂടിയും മനസ്സമാധാനത്തോടുകൂടിയും പഠിക്കാൻ സാധിക്കുകയുള്ളൂ. യോഗത്തിൽ അമൃത വിദ്യാലയം അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടറും അമൃത സെന്റ് മേരീസ് സ്കൂൾ മാനേജറുമായ GS സജികുമാർ അധ്യക്ഷനായി. കുട്ടികൾക്കുള്ള ഹോക്കി സ്റ്റിക്കുകളുടെ വിതരണവും സജികുമാർ നിർവഹിച്ചു. അക്കാദമിക് കാര്യങ്ങൾക്കപ്പുറം കായിക മേഖലയ്ക്കും വലിയ പ്രാധാന്യമാണ് അമൃത വിദ്യാലയങ്ങൾ നൽകുന്നതെന്നും കായിക മേഖലയെ പരിപോഷിപ്പിക്കാൻ നിരവധി പ്രവർത്തനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്കറിയാം, നമ്മുടെ അമൃത വിദ്യാലയങ്ങൾ സ്പോർട്സിന് അക്കാദമിക്കിനൊപ്പം തന്നെ പരമാവധി പ്രാധാന്യം നൽകുന്നുണ്ട്. ഒരു ഒളിമ്പിക്സ് പോലുള്ള കായിക പരിപാടികളിൽ നമ്മുടെ കുട്ടികളെ അത് പ്രാപ്തരാക്കുന്നതിന് വേണ്ടി, നമ്മുടെ ടീം അംഗങ്ങളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ സ്കൂളും ഒരു സ്പോർട്സ് അക്കാദമിയും വളരെ താമസിയാതെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരത്ത് നടക്കാൻ പോവുകയാണ്. യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പാൾ ജയമോൾ PT, കേരള ഹോക്കി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CT സോജി, ആലപ്പുഴ ജില്ലാ ഹോക്കി അസോസിയേഷൻ സെക്രട്ടറി ഹീരാലാൽ, ആലപ്പുഴ ഹോക്കി അസോസിയേഷൻ ട്രഷറർ സുനിൽ ജോർജ്, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജാക്വിലിൻ കുരുവിള തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കാട്ടൂർ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെയും കലവൂർ GHS സ്കൂളിലെയും ഹോക്കി ടീമുകൾ തമ്മിലുള്ള പ്രദർശന മത്സരവും നടന്നു. അമൃത ന്യൂസ്, ആലപ്പുഴ. ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങളുടെ പ്രദർശനവുമായി അമൃതയിൽ സ്മാർട്ട് വെഹിക്കിൾ എക്സ്പോ. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ റോബോട്ടിക്സ് ആൻഡ് മെക്കട്രോണിക്സ് 2025 ഭാഗമായാണ് രാജ്യത്തിനകത്തും പുറത്തുമുള്ള മുൻനിര വാഹന നിർമ്മാണ കമ്പനികൾ പങ്കെടുക്കുന്ന വെഹിക്കിൾ എക്സ്പോ സംഘടിപ്പിക്കുന്നത്. ആഡംബര വാഹന നിർമ്മാണ മേഖലയിലെ ഓഡി, മെഴ്സിഡസ്, വോക്സ്വാഗൺ, ജീപ്പ്, BYD, ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളായ മഹീന്ദ്ര, ടാറ്റ, മാരുതി സുസുക്കി എന്നിവരുൾപ്പെടെ പങ്കെടുക്കുന്ന സ്മാർട്ട് വെഹിക്കിൾ എക്സ്പോ. ഏറ്റവും പുതിയ ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങളാണ് എക്സ്പോയിലെ പ്രധാന ആകർഷണം. വാഹനങ്ങൾക്ക് പുറമെ വിപണിയിലെ നൂതന ഇന്റലിജന്റ് മൊബിലിറ്റി സൊല്യൂഷനുകളും ഓട്ടോണമസ് വാഹന സാങ്കേതിക വിദ്യകളും എക്സ്പോയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ICRMന്റെ ഭാഗമായി സ്മാർട്ട് വെഹിക്കിൾ എക്സ്പോയ്ക്ക് പുറമെ റോബോട്ടിക്സ്, AI, ഓട്ടോണമസ് സിസ്റ്റംസ് എന്നിവയിലെ അത്യാധുനിക വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രായോഗിക പരിശീലന സെക്ഷനുകൾ, റോബോ എക്സ്പോ എന്നിവയും അമൃതപുരി ക്യാമ്പസിൽ സംഘടിപ്പിച്ചിരിക്കുന്നു. ഒരു പെരിയ മാറ്റം നമ്മൾ ഈ ടെക്നോളജിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു 5 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെ മാറി എന്ന് വെച്ചാൽ എല്ലാം എവിടെയോ എത്തി അതുപോലെ ഉണ്ട് നോക്കുമ്പോൾ. അപ്പോൾ അതേ അനുസരിച്ചാണ് ഇങ്ങനെ ഒരു കോൺഫറൻസും ഇവിടെ 7 തിമാറ്റിക് ഏരിയയിൽ നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാ ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി നമ്മൾ. അപ്പോൾ അതുവഴിയായിട്ട് സ്റ്റുഡൻസിന് റോബോ കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. അവരുടെ ക്രിയേറ്റിവിറ്റി എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന കോൺഫറൻസിൽ റോബോട്ടിക്സ്, ഓട്ടോമേഷൻ, ഇന്റലിജന്റ് സിസ്റ്റംസ് എന്നിവയിലെ പുതിയ ട്രെൻഡുകൾ, സാങ്കേതിക വിദ്യകൾ, നൂതന ആശയങ്ങൾ എന്നിവ ചർച്ച ചെയ്യും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗവേഷകർ, അക്കാദമിഷ്യന്മാർ, വിദ്യാർത്ഥികൾ, വ്യവസായ പ്രമുഖർ എന്നിവർ കോൺഫറൻസിന്റെ ഭാഗമാകുന്നുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം. ഇനി കായിക വാർത്തകൾ നോക്കാം. ഇന്ത്യ ഓസ്ട്രേലിയ 5ാം T20 നാളെ ബ്രിസ്ബണിൽ നടക്കും. പരമ്പരയിലെ അവസാന മത്സരമാണിത്. പരമ്പരയിൽ 2-1 മുന്നിലാണ് ഇന്ത്യ. അവസാന 2 മത്സരങ്ങൾ ജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. നാളത്തെ മത്സരം കൂടി ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. എന്നാൽ അവസാന മത്സരം ജയിച്ച് പരമ്പര സമനില പിടിക്കാനാണ് ഓസ്ട്രേലിയയുടെ ശ്രമം. ഉച്ചയ്ക്ക് 1:45 മുതലാണ് മത്സരം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.